പത്തനംതിട്ട ജില്ലയിൽ അത്തിക്കയം എന്നൊരു ഗ്രാമമുണ്ട്. പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരത്തിൽ അല്പം പിന്നോക്കം നിൽക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ്. ശാന്തസുന്ദരമായൊരു ഗ്രാമമാണ് അത്തിക്കയം. അവിടെ ബഹുഭൂരിപക്ഷം ആളുകളും കുടിയേറ്റ കർഷകരാണ്. ഈ ഗ്രാമത്തിലെ ഒരു എയ്ഡഡ് സ്കൂൾ, ആ എയ്ഡഡ് സ്കൂളിൽ ജോലി ചെയ്തിരുന്ന ആളാണ് ലേഖ രവീന്ദ്രൻ. ഈ എയ്ഡഡ് സ്കൂളിലെ അധ്യാപികയായിരുന്നു. ലേഖ രവീന്ദ്രൻ്റെ ഭർത്താവ് VT ഷിജു കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. ഇതിന്ന് പത്ര ദൃശ്യമാധ്യമങ്ങളിൽ ഒരു വാർത്തയായി മാറി. സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ വരുന്ന ഇത്തരം ആത്മഹത്യകൾ അത് 2 ദിവസത്തെ വാർത്താ പ്രാധാന്യം കിട്ടും, അതങ്ങ് അവഗണിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് നമ്മൾ കേരളത്തിൽ പൊതുവെ കണ്ടുവരുന്നത്. പക്ഷേ ഈ VT ഷിജോ എന്ന് പറഞ്ഞ ഒരു യുവാവിനെ ആത്മഹത്യയിലേക്ക് നയിച്ച വസ്തുതകൾ എന്താണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മളെ ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുന്നത്. ലേഖ രവീന്ദ്രൻ കഴിഞ്ഞ 12 വർഷമായി ഒരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലം അവർ അധ്യാപികയായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ശമ്പളമില്ലാതെ 12 വർഷമായിട്ട് ലേഖ രവീന്ദ്രൻ ജോലി ചെയ്യുകയാണ്. അവർക്ക് ശമ്പളം കിട്ടാതെ വന്നപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ഏതൊരു പൗരനും ചെയ്യുന്നത് പോലെ അവർ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി പറഞ്ഞു 3 മാസത്തിനകം അവർക്ക് കൊടുക്കാനുള്ള 12 വർഷത്തെ ശമ്പള കുടിശ്ശികയും കൊടുക്കാൻ പറഞ്ഞു. സ്വാഭാവികമായി ലേഖ രവീന്ദ്രനും ഭർത്താവ് VT ഷിജോയും ഒക്കെ ധരിച്ചത് കോടതി വിധി, അതും ഹൈക്കോടതി വിധി തങ്ങൾക്ക് അനുകൂലമായി, അതുകൊണ്ട് വളരെ വേഗം ശമ്പള കുടിശ്ശിക കിട്ടും എന്നാണ് അവർ ധരിച്ചത്. പക്ഷേ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ചും ഇവിടുത്തെ ബ്യൂറോക്രസിയെക്കുറിച്ചും ഈ പാവപ്പെട്ട മനുഷ്യരെ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഏത് കോടതി വിധിച്ചാലും അതിൻ്റെ മുകളിലാണ് തങ്ങൾ എന്ന് വിചാരിക്കുന്ന ഒരുപറ്റ ഉദ്യോഗസ്ഥന്മാരാണ് കുറേ കാലമായിട്ട് കേരളത്തിലെ ഭരണം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ണ് തുറന്ന് കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവം മാത്രമാണ് ഷിജോ എന്ന് പറയുന്ന ആളിൻ്റെ ആത്മഹത്യ. അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ചത് 12 വർഷത്തെ ഭാര്യയുടെ ശമ്പളക്കുടിശ്ശിക കിട്ടിക്കഴിയുമ്പോൾ മകനെ എഞ്ചിനീയറിങ്ങിന് ചേർക്കാം എന്നായിരുന്നു ഈ ദമ്പതിമാരുടെ കണക്കൂട്ടൽ. നിർഭാഗ്യവശാൽ ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടില്ല ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം മറ്റു മാർഗമില്ലാതെ ഒരച്ഛൻ എന്ന നിലയിൽ തൻ്റെ കടമ നിർവഹിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് ഷിജോ ആത്മഹത്യ ചെയ്തത്. സാധാരണ നമ്മുടെ പത്രങ്ങളിൽ ഇത്തരം ആത്മഹത്യാ വാർത്തകൾ വന്നാൽ താഴെ ഒരു ചെറിയ കുറിപ്പ് കാണും, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ള കാര്യം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, അതൊരു വസ്തുതയാണ്. പക്ഷേ ഈ ആത്മഹത്യ ഷിജോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അനുഭവിച്ചു വന്നിരുന്ന മാനസിക വ്യഥയ്ക്ക് പരിഹാരമായി. തൻ്റെ കുടുംബത്തെ തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണ് ഷിജ ആത്മഹത്യ ചെയ്തതെങ്കിലും ആത്മഹത്യ ചെയ്യാൻ ഷിജോയെ പ്രേരിപ്പിച്ച വസ്തുത എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനിയും മറ്റൊരു ഷിജോ നമ്മുടെ രാജ്യത്തുണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കാം, പക്ഷേ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഈ ഉദ്യോഗസ്ഥയ്ക്ക് ശമ്പളം കൊടുക്കുന്നത് തടഞ്ഞത് 3 ഉദ്യോഗസ്ഥന്മാരാണ്. അത് DO ഓഫീസിലെ 3 ഉദ്യോഗസ്ഥന്മാരാണ്. നമ്മുടെ സംസ്ഥാനത്തെ DO ഓഫീസുകളെന്നൊക്കെ പറഞ്ഞാൽ അതൊരു രാവണൻ കോട്ടയാണ്. ഈ DEO ഓഫീസുകളുടെ തലവൻ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസറാണെന്നാണ് നമ്മുടെ സങ്കല്പം. പക്ഷേ അദ്ദേഹം ഒരു നാമമാത്രമായ തലവനാണ്. പക്ഷേ കാര്യങ്ങളൊക്കെ അവിടെ തീരുമാനിക്കുന്നത് ക്ലാർക്കന്മാരുടെ ഒരു ഭൂതഗണമാണ്. അവരിലെ സ്വാധീനമുള്ള യൂണിയൻ സ്വാധീനമൊക്കെയുള്ള ക്ലാർക്കന്മാരാണ് ആർക്കെന്ത് കൊടുക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. അവരുടെ തീരുമാനത്തിന് മുന്നിൽ കോടതിക്ക് തീരുമാനങ്ങൾക്ക് ഒരു വിലയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ശരി, DOമാരൊക്കെ ആയിട്ട് വരുന്നത് പൊതുവെ അധ്യാപകരായിരിക്കും. അവർ വന്നു കഴിയുമ്പോൾ ഈ ഭൂതഗണങ്ങൾ അവർ ചെന്ന് ഭീഷണിപ്പെടുത്തും. സാറ് പെൻഷൻ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നതൊക്കെ കേട്ടുപിടിയിരുന്നാൽ പെൻഷൻ വാങ്ങിക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. പെൻഷൻ വാങ്ങിക്കാൻ താല്പര്യമുള്ള DOമാർ ഈ ഭൂതഗണങ്ങളുടെ നിയന്ത്രണത്തിലാകുകയും ചെയ്യും. അപൂർവം DOമാർ ധീരമായി തീരുമാനം എടുക്കുന്നവർ തീർച്ചയായിട്ടും ഉണ്ട്. എന്തായാലും ശരി, അഴിമതിയുടെ കൂത്തരങ്ങാണ് നമ്മുടെ DEO ഓഫീസുകൾ. പക്ഷേ ആരും പൊതുവെ അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതിൻ്റെ കാര്യം, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലും പോലീസിലും അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾസിലും ഒക്കെ അഴിമതി ഉണ്ടായെങ്കിൽ അത് പെട്ടെന്ന് പൊതുജനം ശ്രദ്ധിക്കുന്നതാണ്. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിലെ അഴിമതി അധ്യാപകരെ മാത്രമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് പൊതുസമൂഹം ഈ അഴിമതിയെക്കുറിച്ച് അറിയണമെന്നില്ല, അതിൻ്റെ ആഴം അറിയണമെന്നില്ല. ഈ 3 ഉദ്യോഗസ്ഥന്മാരെ കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് സസ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ലേഖ രവീന്ദ്രന് ജോലി ചെയ്യുന്ന സ്കൂളിലെ ഹെഡ് മിസ്ട്രസിനെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ മഹാഭാഗ്യവാന്മാരാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഈ സസ്പെൻഷൻ എന്ന് പറയുന്ന പരിപാടി നമ്മുടെ KSFE ചിട്ടി ചേരുന്ന പോലെയുള്ളൂ. 6 മാസത്തേക്ക് അവർക്ക് സബ്സിസ്റ്റൻസ് അലവൻസ് കിട്ടും.
അത് കഴിയുമ്പോൾ തിരിച്ച് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബാക്കി അലവൻസും ശമ്പളവും ആനുകൂല്യങ്ങളും എല്ലാം ഒന്ന് ചോർക്ക് വാങ്ങിക്കുകയും ചെയ്യാം. ഒരു ചിട്ടിക്ക് വെച്ചതുപോലെയുള്ളൂ ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ഈ മഹത്തായ കലാപരിപാടിയിൽ ഒരു കാര്യമില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ സസ്പെൻഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. കാരണം ജോലി ചെയ്യാതെ ബസ്സിൽ കയറി ബുദ്ധിമുട്ടി അല്ലെങ്കിൽ കാറിൽ ബുദ്ധിമുട്ടി പോകാതെ വീട്ടിൽ ശമ്പളം വാങ്ങിക്കാനുള്ള വളരെ മനോഹരമായ ഒരു ആചാരമാണ് നമ്മുടെ നാട്ടിലെ സസ്പെൻഷൻ. എന്തായാലും ഈ 3 ഭാഗ്യവാന്മാരെയും അതുപോലെ തന്നെ പ്രധാന അധ്യാപിക എന്ന് പറയുന്ന ഭാഗ്യവതിയെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ സസ്പെൻഷൻ കൊണ്ട് കാര്യങ്ങളൊന്നും പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. കാരണം ആത്മഹത്യ ചെയ്ത ഷിജോ ഒരു വ്യക്തി മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഒറ്റപ്പെട്ട ഒരു കുടുംബമാണ്. അദ്ദേഹത്തിന് ശമ്പളം നിഷേധിച്ച്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ശമ്പളം നിഷേധിച്ച പിശാചുക്കൾക്ക് യൂണിയനുണ്ട്. ഈ പിശാചുക്കളുടെ വോട്ടാണ് പ്രശ്നം. ആത്മഹത്യ ചെയ്തവൻ വോട്ടില്ല. ആത്മഹത്യ ചെയ്തവൻ വോട്ടില്ല. അതേസമയം ആത്മഹത്യ പ്രേരിപ്പിച്ചവന്മാർക്ക് വോട്ടുണ്ട്. അതുകൊണ്ട് വോട്ടിന് പുറകെ പോകുന്ന നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് പറയുമ്പോഴേ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് 8-10 വർഷങ്ങൾക്ക് മുമ്പാണ്, തമിഴ്നാട്ടിലെ ഒരു പിന്നോക്ക ഗ്രാമത്തിലെ ഒരു സാധാരണ മനുഷ്യൻ, അദ്ദേഹത്തിന് സർക്കാർ ഓഫീസുകളിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ വാശി കൊണ്ട് കിട്ടാതായി. അദ്ദേഹം ഓഫീസുകൾ പല പ്രാവശ്യം കയറി ഇറങ്ങി, ആരോ പറഞ്ഞു കേട്ട് കേസ് കൊടുത്തു, അനുകൂലമായിട്ട് വിധി വന്നു. പക്ഷേ ഒരു കാരണവശാലും അദ്ദേഹത്തിന് ഈ ആനുകൂല്യങ്ങളൊന്നും കിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അവസാനം അദ്ദേഹം ചെയ്തത്, ഒരു കൊടുവാളുമായിട്ട് ചെന്നിട്ട് അദ്ദേഹത്തിന് ഈ നീതി നിഷേധിച്ച, അദ്ദേഹത്തിൻ്റെ ആനുകൂല്യങ്ങൾ നിഷേധിച്ച 1-2 പേരെ ഓഫീസിൽ തന്നെ അദ്ദേഹം വെട്ടിക്കൊന്നു. എന്നിട്ട് നേരെ പോയി ആത്മഹത്യ ചെയ്തു. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന, സ്വതന്ത്ര ഭാരതത്തിൽ നടക്കുന്ന നീതിന്യായ സംവിധാനത്തിൻ്റെയും ഭരണവൈകല്യത്തിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. നമുക്കൊക്കെ അറിയാവുന്നൊരു വസ്തുതയുണ്ട്. മലപ്പുറം ജില്ലയിലെ ശങ്കരനാരായണൻ എന്ന് പറഞ്ഞ ഒരാളിൻ്റെ കഥ. ശങ്കരനാരായണൻ്റെ മകള് നിമിഷപ്രിയ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നൊരു കുഞ്ഞാണ്. ഈ കുഞ്ഞിനെ ശങ്കരനാരായണൻ്റെ തന്നെ ഒരു സുഹൃത്ത് തെറ്റിദ്ധരിപ്പിച്ച് ഒരു കാട്ടിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നു. സ്വാഭാവികമായി കേസ് വന്നു, പോലീസ് കേസെടുത്തു, കോടതിയിൽ ചെന്നു. ജാമ്യം കിട്ടുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, വളരെ ജാമ്യമൊക്കെ കിട്ടി. അവനെ ഒരു വലിയ വിജയശ്രീ ലാളിതനായി ഈ ശങ്കരനാരായണൻ്റെ മുന്നിൽ കിഴക്കും പടിഞ്ഞാറുമൊക്കെ നടക്കുകയാണ്. ശങ്കരനാരായണൻ തീരുമാനിച്ചു, ഇവനുള്ള വിധി കോടതിയല്ല നടപ്പിലാക്കേണ്ടത്, താനാണെന്ന്. അങ്ങനെ ശങ്കരനാരായണൻ ഒരു ദിവസം തൂക്കുമാറ്റി എന്ന് ഈ കുട്ടിയെ കൊന്ന പരമനീചനെ വെടിവെച്ച് കൊന്നു. നേരെ തൂക്കുമായിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ശങ്കരനാരായണൻ പറഞ്ഞത്, എൻ്റെ മകളെ അവൻ കൊന്നു, അവനുള്ള ശിക്ഷ ഞാൻ നടപ്പിലാക്കി, എനിക്ക് കോടതിയും പോലീസും ഒന്നും വേണ്ട. ഇങ്ങനെ ജനങ്ങളെ വിധി നടപ്പിലാക്കുന്ന ദിവസം അനധിവിദൂരമല്ല. ഇത്തരത്തിലാണ് നമ്മുടെ സർക്കാർ ഓഫീസുകളിലെ പിശാചുക്കൾ സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കാനും ചൂഷണം ചെയ്യാനും ശ്രമിക്കുന്നതെങ്കിൽ ഇത്തരത്തിലേക്കൊക്കെയാണ് നമ്മുടെ സംസ്ഥാനം പോകുന്നത് എന്ന് തർക്കമൊന്നുമില്ല. കുറച്ചു കാലം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട്. പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ വരുന്ന ഓരോ ഫയലിലും അവർക്കൊരു സാധ്യതയുണ്ട്. കാരണം കിമ്പളം കിട്ടാനുള്ള സാധ്യത ഓരോ ഫയലിലും ഉണ്ട്. അപ്പോൾ അവിടെ ജീവിതവുമുണ്ട്, മരണവുമുണ്ട്. ഇത് ആര് ജീവിക്കണം, ആര് മരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഉദ്യോഗസ്ഥനാണ്. അത്തരത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തെ ബ്യൂറോക്രസി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ സെക്രട്ടേറിയറ്റിലെ സ്ഥിതി ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ സെക്രട്ടേറിയറ്റിലെ 12 തട്ടുകളുണ്ട് ഒരു ഫയൽ നീങ്ങണമെങ്കിൽ. ആലോചിച്ച് നോക്കണം. പൊതുഭരണ വകുപ്പിലെ ആണെന്ന് തോന്നുന്നു, എനിക്ക് അടുത്ത സമയത്ത് ആ തട്ടുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ശരി, ധനകാര്യ വകുപ്പിൽ 12 തട്ടുകൾ തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതാദ്യം ഒരു പരാതി കൊടുത്താൽ അത് നേരെ തപാലിലേക്ക് വരും. തപാലിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സെക്ഷൻ സൂപ്രണ്ടുണ്ട്. അദ്ദേഹം തീരുമാനിക്കും ഈ ഫയൽ ഏത് സെക്ഷനിലേക്ക് പോകണമെന്ന്. ആ സെക്ഷനിലെ സെക്ഷൻ ഓഫീസർക്ക് ഫയൽ അയക്കും. സെക്ഷൻ ഓഫീസർ അത് അണ്ടർ സെക്രട്ടറിക്ക് കൊടുക്കും. അണ്ടർ സെക്രട്ടറി ഈ ഫയലൊക്കെ നോക്കിയിട്ട് ഡെപ്യൂട്ടി സെക്രട്ടറിക്ക് കൊടുക്കും. ഡെപ്യൂട്ടി സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞാൽ ജോയിൻറ്റ് സെക്രട്ടറിക്ക് കൊടുക്കും. ജോയിൻറ്റ് സെക്രട്ടറി ഇത് നോക്കിയിട്ട് അവസാനം അഡീഷണൽ സെക്രട്ടറിക്ക് കൊടുക്കും. അവസാനം അഡീഷണൽ സെക്രട്ടറിയും നോക്കിക്കഴിഞ്ഞിട്ട് അത് തുല്യം ചേർത്താനായിട്ട് സെക്രട്ടറി, IAS എന്ന് പറയുന്ന സെക്രട്ടറിക്ക് അങ്ങോട്ട് കൊടുക്കും. ചില വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറി ഉണ്ടെങ്കിൽ ആ മാന്യദേഹവും ഈ ഫയൽ കാണേണ്ടി വരും. എന്ന് പറഞ്ഞാൽ 12 തട്ടുകളിലൂടെയാണ് ഒരു നിസ്സാരമായ ഫയൽ നമ്മുടെ സംസ്ഥാനത്ത് നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കണം. എവിടെ നീതി കിട്ടാനാണ്? ആർക്ക് നീതി കിട്ടാനാണ്? എങ്ങനെ വേഗത്തിൽ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാലോചിച്ച് നോക്കണം. ഈ ഓരോ തട്ടിലൂടെ പോകുമ്പോഴും ഓരോ
ഉപപ്രതിഷ്ഠകൾക്ക് അവരുടെ അഭിപ്രായം എഴുതാനുള്ള അവസരമുണ്ട്. ചിലർ അഭിപ്രായം എഴുതും, ചിലർ ഫയൽ കണ്ടു എന്ന് മാത്രം എഴുതി അയക്കും. അവസാനം ഇത് പ്രധാന പ്രതിഷ്ഠയുടെ അടുത്ത് ചെല്ലും. പ്രധാന പ്രതിഷ്ഠ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആളാണ് മന്ത്രി. അങ്ങനെ മന്ത്രിവര്യൻ്റെ മുന്നിൽ ഈ ഫയൽ ചെല്ലും. മന്ത്രിവര്യൻ തുല്യം ചാർത്തും. എന്നിട്ട് വന്നതുപോലെ തന്നെ ഈ 12 തട്ടും പിന്നിട്ട് പുറകിലോട്ട് പോയിട്ടാണ് നമ്മുടെ ഒരു ഫയൽ സെക്രട്ടേറിയറ്റിൽ നീങ്ങുന്നത് എന്ന യാഥാർത്ഥ്യം എത്ര പേർക്കറിയാം എന്ന് എനിക്കറിയില്ല. ഇതാണ് സത്യം. എന്നാൽ നല്ല മന്ത്രിയാണെങ്കിൽ മന്ത്രിക്ക് ചില തീരുമാനം എടുക്കാം. ഈ ഫയൽ ഞാൻ കാണേണ്ട കാര്യമില്ല, അത് ഇന്ന തട്ടിൽ ഇന്ന ഉദ്യോഗസ്ഥൻ തീരുമാനം എടുക്കാവുന്നതാണ് എന്ന് മന്ത്രി ഒരു ഉത്തരവിട്ടാൽ അവിടെ കൊണ്ട് പ്രശ്നം തീരും. പക്ഷേ നമ്മുടെ മന്ത്രിമാരങ്ങനെ ചെയ്യാറില്ല. കാരണം നമ്മുടെ മന്ത്രിമാർക്ക് സമയമില്ല. അവരെ ദിവസത്തിൽ 24 മണിക്കൂറുണ്ടല്ലേ ഉറക്കവും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ബാക്കി മണിക്കൂറുകളൊക്കെ നമ്മളെ ആഹ്വാനം ചെയ്യണം, നമ്മളെ നന്നാക്കണം, ഉദ്ഘാടനം ചെയ്യണം, പല്ലിടിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കണം, പത്രപ്രസ്താവന നടത്തണം, മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ കൊടുക്കുന്ന നോട്ടീസുകളിൽ തൻ്റെ പേര് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം, തൻ്റെ മുകളിൽ ഏതെങ്കിലും ഹതഭാഗ്യൻ്റെ നോട്ടീസ് അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ നോട്ടീസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഗളഹസ്തം ചെയ്യണം. അങ്ങനെ മന്ത്രിമാർക്ക് നല്ല തിരക്കുള്ള ആളുകളാണ്, അവർക്കിതൊന്നും നോക്കാൻ സമയമില്ല. ഇതിലെല്ലാം ഉപരിയായിട്ട് ബഹുഭൂരിപക്ഷം മന്ത്രിമാരും ആഗ്രഹിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ അവധിക്ക് അപേക്ഷ പോലും താൻ നോക്കണം എന്നാണ്. ആലോചിച്ച് നോക്കണം, നമ്മുടെ രാജ്യം എങ്ങനെ രക്ഷപ്പെടാനാണ് പോകുന്നത് എന്നാലോചിച്ച് നോക്കണം. ഈ ഡിലേ, ഈ താമസം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പഴയ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ആർ സുഗതൻ പറഞ്ഞത് സെക്രട്ടേറിയറ്റ് ഇടിച്ചു നിരത്തി അവരെ ചെറുതണം നടണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇന്നും അന്വർത്ഥമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ചെറുതണം നിട്ടില്ല, സെക്രട്ടേറിയറ്റ് അവിടെ ഉണ്ട്. അവിടെ ഇരുന്ന് നമ്മളെ ഉപദ്രവിക്കുന്ന പിശാചികൾ ഉപദ്രവിച്ചുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. വളരെ ചെറിയൊരു ന്യൂനപക്ഷം, തീർച്ചയായിട്ടും നല്ല മനോഭാവമുള്ള, മനസ്സാക്ഷിയുള്ള, താൻ വാങ്ങിക്കുന്ന ശമ്പളത്തിന് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. പലപ്പോഴും അവർ നിസ്സഹായരാണ്, അവർ എണ്ണത്തിൽ വളരെ കുറവുമാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സിസ്റ്റം ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട പിശാചുക്കളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് യൂണിയനുണ്ട്, മരിച്ചവന് യൂണിയനില്ലല്ലോ. അപ്പോൾ പിന്നെ വോട്ടല്ലേ വേണ്ടത്, സ്വാഭാവികമായിട്ട് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിലെല്ലാം ഉപരിയായിട്ട് നമ്മൾ പത്രത്തിൽ വായിച്ചു, ലേഖ രവീന്ദ്രനാണ് അധ്യാപിക. ലേഖയുടെ ഭർത്താവ് VT ഷിജോയാണ് ആത്മഹത്യ ചെയ്തത്. ഈ ഫയൽ താമസിപ്പിച്ച ഈ പിശാചുക്കളിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ പേര് നമ്മൾ വായിച്ചു? അവനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു? ഇങ്ങനെ ഇരിക്കുന്ന കൈക്കൂലി പാപികളെ സമൂഹം ഒറ്റപ്പെടുത്തണ്ടേ? സമൂഹം ഒറ്റപ്പെടുത്തണമെങ്കിൽ ഈ പിശാചുക്കളെക്കുറിച്ചുള്ള വിവരം നമ്മൾ അറിയണ്ടേ? ഇന്ന ഉദ്യോഗസ്ഥന്മാർ ഇന്ന തരത്തിലാണ് ഈ ഫയൽ താമസിപ്പിച്ചത് എന്നുള്ളത് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട ചുമതല നമ്മുടെ പത്രമാധ്യമങ്ങൾക്കുള്ളതാണ്. പക്ഷേ നമ്മുടെ പത്രമാധ്യമങ്ങൾ അത് ചെയ്യില്ല. അവർ രാഷ്ട്രീയക്കാരുടെ പിന്നാലെയാണ്. ഇനിയും ഈ കാര്യം ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾക്കാണ്, സോഷ്യൽ മീഡിയയ്ക്കാണ്. സോഷ്യൽ മീഡിയകൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള കാലതാമസം ഉണ്ടാകരുത്. അതല്ലെങ്കിൽ ഇനിയും കൂടുതൽ ഷിജോമാർ നമ്മുടെ സംസ്ഥാനത്തുണ്ടാകും എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ആര് ജീവിക്കണം, ആരാത്മഹത്യ ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഈ സർക്കാർ ഓഫീസുകളിലെ പിശാചുക്കൾക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് ജനങ്ങളും പൊതുസമൂഹവും തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തെ ഭരണ സമ്പ്രദായത്തിന് മാറ്റം വരും. അതല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ ആഹ്വാനം കൊണ്ടും ഒരു ചുക്കും ചുണ്ണാമ്പും നമ്മുടെ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.